ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. Good morning, everyone. Today we discuss about topic sustainable development. The term coined by Bernard Commission, also known as a World Commission on Environment and Development. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന കണ്ടീഷൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രണ്ണൻ കമ്മീഷൻ ഓർ വേൾഡ് കമ്മീഷൻ ഓൺ എൻവറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് പറയുന്ന കമ്മീഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്ന ടേം കൊണ്ടുവന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോട്ടഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഇതാണ്: development which means the needs of the present without compromising the ability of future generation to meet their own needs. അതായത് പ്രസന്റ് ജനറേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷൻ അത് കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്ന കൺസെപ്റ്റാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇവിടെ 3 ഫിഗർ കാണാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 3 പില്ലേഴ്സ് പറയുന്നതാണ് ഇവിടെ. ഒന്ന് സോഷ്യൽ പില്ലേഴ്സ്, നെക്സ്റ്റ് എക്കണോമിക് പില്ലേഴ്സ്, നെക്സ്റ്റ് എൻവറോൺമെന്റൽ പില്ലേഴ്സ്. അതിൽ 3 റീജിയൻ കാണുന്നുണ്ടല്ലോ, അത് ഓരോന്നും ഓവർലാപ്പിംഗ് ആണ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും എക്കണോമിക്കൽ ഡെവലപ്മെന്റും സോഷ്യൽ ഡെവലപ്മെന്റും ഓവർലാപ്പ് ചെയ്യുന്ന റീജിയന് പറയുന്ന പേരാണ് ഇക്വിറ്റേബിൾ. അതായത് സോഷ്യൽ ഡെവലപ്മെന്റും എൻവറോൺമെന്റൽ ഡെവലപ്മെന്റും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവും? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്കണോമിക്കൽ ഡെവലപ്മെന്റും സോഷ്യൽ ഡെവലപ്മെന്റും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവും? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റും എൻവറോൺമെന്റൽ ഡെവലപ്മെന്റും ഉണ്ടെങ്കിൽ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് വിയറബിൾ ആയിരിക്കും. അതായത് ദാറ്റ് ഈസ് ടു ഏബിൾ ടു എൻഡ്യൂർ ഓർ ഏബിൾ ടു സസ്റ്റെയിൻ. അതായത് ഈ റീജിയൻ്റെ അകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് എൻവറോൺമെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ആ ഒരു റീജിയൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് വയബിൾ ആയിരിക്കും. അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ടു വർക്ക് ബിക്കം എക്കണോമിക് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ്. ഈ 3 കൂടി കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ പൂർണ്ണമാവുള്ളൂ. അതായത് എക്കണോമിക് ഡെവലപ്മെന്റും സൊസൈറ്റിയിലെ ഡെവലപ്മെന്റും എൻവറോൺമെന്റൽ ഡെവലപ്മെന്റും 3 കൂടിയാൽ മാത്രമേ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുമെന്ന് പറയുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് 3 പില്ലേഴ്സ് ആണ്
ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് തിങ് സോഷ്യൽ പില്ലേഴ്സ്. സോഷ്യൽ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ social pillar or community development that provide a food, shelter, clothing, education and health for human being. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഇത്രയും ഡെവലപ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളൊരു സോഷ്യൽ സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡും ഷെൽട്ടറും ക്ലോത്തിങ്ങും എഡ്യൂക്കേഷനും ആരോഗ്യം ഇതെല്ലാം കിട്ടുമ്പോഴാണ് ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻവറോൺമെന്റൽ പില്ലേഴ്സ് ആണ്. Environmental pillars എന്ന് പറഞ്ഞാൽ environmental protection that provide a pollution free air, water and soil for present and future generation. അതായത് ഫ്യൂച്ചർ ജനറേഷന് എന്തെല്ലാം വേണം? വാട്ടർ, ഫ്രീ എയർ, സോഴ്സ് ഇതൊക്കെ ലഭ്യമാകുന്ന രീതിയിൽ നമുക്ക് റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം എന്നതാണ് എൻവറോൺമെന്റൽ പില്ലേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് എക്കണോമിക് പില്ലേഴ്സ്. എക്കണോമിക് പില്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് എ ലൈഫ് ആണ്. അതായത് നമ്മുടെ ലൈഫ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്കണോമിക് പില്ലേഴ്സിൻ്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് നാലാമതൊരു പില്ലേഴ്സും കൂടി പറയുന്നുണ്ട്. നാലാമത്തെ പില്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഗവൺമെന്റിന്റെ ആക്ഷൻസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന പോളിസീസ്, അതിനെയാണ് ഫോർത്ത് പില്ലർ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പില്ലേഴ്സ്. അതാണ് ഇവിടെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ദി ആക്ഷൻ ഓഫ് ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ദയർ പോളിസി മേ ഈവൻ ബി കൺസിഡർഡ് ആസ് ദി ഫോർത്ത് പില്ലേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Next, for sustainable development to lead us to future, it is our goal to act in all these three areas, finding long-term development solutions that combine economic growth with environmental protection by enable us to meet our social needs. ഇവിടെ പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നമ്മൾ എത്തണം എന്ന് പറയണമെങ്കിൽ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത്, ഗോൾ ആക്ട് ചെയ്യുന്നത് ഈ 3 ഏരിയാസിലും ആക്ട് ചെയ്യണം. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് ഫൈൻഡിങ് ലോങ് ടേം ഡെവലപ്മെന്റ് സൊല്യൂഷൻ കമ്പൈൻ എക്കണോമിക് ഗ്രോത്ത് വിത്ത് എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ബൈ എനേബിൾ ടു മീറ്റ് അവർ സോഷ്യൽ നീഡ്സ്. അതായത് ഈ 3 ഏരിയയിലും വർക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് ലോങ് ടേം ഡെവലപ്മെന്റിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം. വിച്ച് കമ്പൈൻസ് എക്കണോമിക് ഗ്രോത്ത് വിത്ത് എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാവണം, പരിസ്ഥിതി സംരക്ഷണം ഉണ്ടാവണം, അതിന്റെ കൂടെ നമുക്ക് സോഷ്യൽ നീഡ്സ് കിട്ടുകയും വേണം. അതായത് ഇവിടെ പറഞ്ഞത് നമ്മളൊരു സസ്റ്റൈനബിളിന്റെ 3 പില്ലേഴ്സ് ആണ്. ഒന്ന് എക്കണോമിക് പില്ലേഴ്സ്, സോഷ്യൽ പില്ലേഴ്സ്, എൻവറോൺമെന്റൽ പില്ലേഴ്സ്. സോഷ്യൽ പില്ലേഴ്സിൻ്റെ അകത്ത് നമുക്ക് ക്ലോത്ത്, ഷെൽട്ടർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണം. എൻവറോൺമെന്റൽ പില്ലേഴ്സിൻ്റെ അകത്ത് പ്രൊട്ടക്ട് റിസോഴ്സിനെ, നമുക്കുള്ള നാച്ചുറൽ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. എക്കണോമിക്കൽ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് കൊണ്ട് എക്കണോമിക് ഗ്രോത്തും എൻവറോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മളെ സോഷ്യൽ നീഡ്സ് പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം നമ്മളെ സോഷ്യൽ നീഡ്സ് നേടിയെടുക്കാൻ. നെക്സ്റ്റ് എൻവറോൺമെന്റൽ
ഇത് ഇവിടെ പറയുന്നതാണ് എൻവറോൺമെന്റൽ ഡെവലപ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി വേണം, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി വേണം, എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി വേണം. ഈ മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുള്ളൂ. അതാണ് കൊടുത്തത് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. Then there are two aspects of sustainable development: intergeneration equality and intrageneration equality. Intergeneration equality, intergeneration equality നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഈ ഇന്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദി ജനറേഷൻ, ഈ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഡെവലപ്മെന്റ് നെക്സ്റ്റ് ജനറേഷന് അത് ഡെവലപ്മെന്റിനെ ബാധിക്കാൻ പാടില്ല. അത് നാച്ചുറൽ ഹെൽത്തി ആയിട്ടുള്ള എൻവറോൺമെന്റ് നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ കൈമാറും. ഇൻട്രാ ജനറേഷൻ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പുവർ സെക്ഷന് വേണ്ടി മാത്രം നമ്മുടെ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടെക്നിക്കൽ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പുവർ സെക്ഷൻ ആയിരിക്കണം. അപ്പൊ പുവർ സെക്ഷനും ഹാർ സെക്ഷനും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. നെക്സ്റ്റ്, മെഷർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് ഈസ് promote the environmental education and awareness. First one, promote environmental education and awareness. Second one, 3R approach. Third one, appropriate technologies. Fourth one, utilize the resource as per carrying capacity of the environment. So first one, promote the environment education and awareness. എൻവറോൺമെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, അത് പറയുന്നത് എൻവറോൺമെന്റ് എഡ്യൂക്കേഷൻ, അതിന്റെ അവയർനെസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? എന്തും തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതിലേ സ്റ്റാർട്ട് ചെയ്യണം. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ തൊട്ട് നമ്മൾ എൻവറോൺമെന്റിനെ പറ്റി പറയാനും പഠിപ്പിക്കാനെല്ലാം തുടങ്ങണം. അത് ചെറുപ്പത്തിലെ നമ്മൾ കുട്ടികൾക്ക് പ്രൈമറി ലെവലിലെ നമ്മൾ എൻവറോൺമെന്റിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും അതിനകത്തുണ്ടാകുന്ന പൊല്യൂഷനെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രൈമറിയിലെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് എൻവറോൺമെന്റിനെ പറ്റിയിട്ടുള്ള ബോധം, അതായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന എൻവറോൺമെന്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ EVS എന്ന് പറഞ്ഞ പോലത്തെ. നെക്സ്റ്റ് 3R അപ്രോച്ച്. സിംപ്ലി 3R സിംപ്ലി പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. 3 അപ്രോച്ചസ് ആണ്. അതായത് 3R. അത് പറഞ്ഞ പോലെ ഫസ്റ്റ് തിങ്, റെഡ്യൂസ് ദി എക്സസീവ് ഓഫ് ദി നാച്ചുറൽ, റെഡ്യൂസ് ദി എക്സസീവ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ റെഡ്യൂസ്, കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, റീയൂസ് ദി മെറ്റീരിയൽ അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് നമുക്ക് ഉപയോഗിച്ച സാധനത്തിന് പറ്റുവാണെങ്കിൽ പിന്നെയും പിന്നെയും ഉപയോഗിക്കാൻ പാകത്തിൽ അതിനെ മെരുക്കിയെടുക്കണം. നെക്സ്റ്റ്, റീസൈക്കിൾ മെറ്റീരിയൽ ടു റെഡ്യൂസ് പ്രഷർ ഓൺ എക്സിസ്റ്റിംഗ് നാച്ചുറൽ റിസോഴ്സ്. അതായത് ഇതന്നെ ഉപയോഗിച്ച സാധനത്തിനെ നമ്മൾ ഉപയോഗിച്ച് പിന്നെയും അതിനെ ഉപയോഗിക്കാൻ പാകത്തിൽ അതിനെ റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരണം. അതായത് നമ്മുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക് എടുത്തു വെച്ചാല്, ഇപ്പൊ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ കുറെ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പം ആ പ്ലാസ്റ്റിക് നമ്മൾ എടുത്തു വെച്ച് അവർ കൊണ്ടുപോയാല് അവര് ചെയ്യുന്നത് വീണ്ടും അതിന്റെ പ്രൊഡക്റ്റ് ആക്കി നമ്മുടെ കയ്യിൽ തന്നെ എത്തിക്കുന്നത്. അതാണ് ഈ റീസൈക്ലിംഗ് ടെക്നോളജി എന്ന് വെച്ചാൽ. നെക്സ്റ്റ് വൺ ഈസ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ്. യൂസ് ലെസ് റിസോഴ്സ്, produce a minimum waste. It should be an eco-friendly
കൾച്ചറലി സ്യൂട്ടബിൾ ആൻഡ് റിസോഴ്സ് എഫിഷ്യൻലി. അതായത് നമ്മൾ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പുതിയ വ്യവസായ സംരംഭം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. എടുക്കുന്ന സാധനങ്ങൾ കുറവായിരിക്കണം, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. മിനിമം സാധനം എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കൂട്ടുക. ആൻഡ് അതിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്യാൻ വേണം. അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, അതായത് പരിസ്ഥിതി സൗഹാർദ്ദത്തിലൂടെ വേണം നമ്മളത് ചെയ്യാൻ. അതായത് പരിസ്ഥിതി ആയിട്ട് യോജിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയോട് സൗഹാർദ്ദം പുലർത്തിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ കൾച്ചറബിൾ സ്യൂട്ടബിൾ ആയിരിക്കണം, റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ എന്ന രീതിയിൽ അത് അങ്ങനെ തുടങ്ങാൻ എന്ന രീതി ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ചെയ്യാൻ പാടില്ല. ഒരു ടെക്നോളജി തുടങ്ങുമ്പം നമ്മൾ കുറച്ച് റീസോഴ്സ് യൂസ് ചെയ്യുക, അതിന് മിനിമം വേസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക. അത് പരിസ്ഥിതി സൗഹാർദ്ദത്തിലൂടെ ചെയ്യണം. കൾച്ചറലി സ്യൂട്ടബിൾ ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, യൂട്ടിലൈസ് ദി റിസോഴ്സ് ആസ് പെർ ദി ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെന്റ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതായത് നമ്മളെ കപ്പാസിറ്റിക്കുള്ളിൽ വെച്ച് വേണം നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ, എല്ലാ ടെക്നോളജീസും ഡെവലപ്മെന്റും സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സിമ്പിൾ ഫ്രെയിംവർക്ക് ടു മെഷർ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡയഗ്രത്തിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിമ്പിൾ ഫ്രെയിംവർക്കാണ്. ഫസ്റ്റ് തിങ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻവറോൺമെന്റ് ബാലൻസ് സ്റ്റേറ്റിലാണ്. അതായത് നമ്മുടെ എൻവറോൺമെന്റ് ബാലൻസ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന്, വ്യവസായങ്ങളൊക്കെ കൊണ്ടുവന്ന്, സോ നമ്മൾ എന്തുണ്ടാക്കുന്നത്, നാച്ചറിന് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അത് മേ ബി പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. എന്തൊരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നാലും അതിൽ നാച്ചറിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് ഒന്നിക്കിൽ പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. നമ്മൾ ചെയ്യുന്ന എന്തായാലും മിക്കവാറും എല്ലാം നെഗറ്റീവായിട്ടാണ് നാച്ചറിനെ ബാധിച്ചിട്ടുണ്ടാവുക. സോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെന്തുണ്ടാവും, അവിടെ ഒരു മിറ്റിഗേറ്റ്സ് ഉണ്ടാവും. അതായത് മിറ്റിഗേറ്റ്സ് എന്ന് വെച്ചാൽ മീൻസ് സീരിയസ് ഓർ പെയിൻഫുൾ എഫക്റ്റ് ഓർ സംതിങ് ബാഡ്. അതായത് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാവും. ഈ റെസ്പോൺസ് കോസ് കൊണ്ട് ചേഞ്ച് ഓർ മോഡിഫൈ ഡ്രൈവിംഗ് ഫോഴ്സ്. അതായത് ഈ ഒരു റെസ്പോൺസ് ഏതിനാ എഫക്റ്റ് ചെയ്യും, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാക്കും. ഈ ഒരു റെസ്പോൺസ് കാരണം ഡ്രൈവിംഗ് ഫോഴ്സ് എന്താകും, മോഡിഫൈ ചെയ്യും. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ആകാം, സൺലൈറ്റ് ആകാം, അത് എന്തും ആകാം. നമ്മളെ നാച്ചുറൽ ജീവിക്കാനുള്ള ഫോഴ്സ്, അതിനെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. മോഡിഫൈ ദി ഡ്രൈവിംഗ് ഫോഴ്സ്. സോ ഡ്രൈവിംഗ് ഫോഴ്സ് മോഡിഫൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇറ്റ് ജനറേറ്റ് എ പ്രഷർ ഓർ സ്ട്രെസ്. ദിസ് ചേഞ്ച് ദി ബാലൻസ് സ്റ്റേറ്റ്. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാകുമ്പം അതൊരു പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ നാച്ചുറലിന്റെ അല്ല എൻവറോൺമെന്റിന്റെ ബാലൻസിനെ ചേഞ്ച് ചെയ്യും. ഒന്നും കൂടി പറയാം, നമ്മൾ ബാലൻസ് സ്റ്റേറ്റിലാണെങ്കിൽ, ബാലൻസ് സ്റ്റേറ്റിലായി ഇപ്പോൾ ഉണ്ടാകുന്നത്, അപ്പോൾ അതിനകത്തൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുമ്പം നമ്മുടെ നാച്ചറിനൊരു ഇമ്പാക്റ്റ് എഫക്റ്റ് ഉണ്ടാവും. ഇമ്പാക്റ്റ് അത് മിറ്റിഗേറ്റ്സ് ആയിരിക്കും. ഒന്നുകിൽ പെയിൻഫുൾ ആകാം, അല്ലെങ്കിൽ മിറ്റിഗേറ്റ്സ് മീൻസ് സീരിയസ് ഓർ പെയിൻഫുൾ എഫക്റ്റ് ഓർ സംതിങ് ടു ബാഡ്.
അങ്ങനെ ഒരു റെസ്പോൺസ് ഫോഴ്സ് മോഡിഫൈഡ് ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുമ്പോൾ മോഡിഫൈഡ് ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവും. അതൊരു ജനറേറ്റ് സ്ട്രെസ് ജനറേറ്റ് ചെയ്യും, ഒരു സ്ട്രെസ് സ്ട്രെയിന ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഇതിന്റെ ബാലൻസ് ചേഞ്ച് ദി ബാലൻസ് ഓഫ് എൻവറോൺമെന്റ്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഫ്രെയിം വർക്ക് മെഷർ ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു ഡയഗ്രാം. നെക്സ്റ്റ്, ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ടെക്നോളജിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും എങ്ങനെയാന്ന് പറയുന്നതാണ്, എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് താഴെ കാണിച്ച ഫിഗർ. നമ്മളെ എൻവറോൺമെന്റിന് നമ്മൾ റിസോഴ്സ് എടുക്കുന്ന, എന്നിട്ട് നമ്മളത് യൂസ് ചെയ്ത് എക്കണോമിക്കലായിട്ട് കെട്ടിപ്പടുക്കുന്നു, സസ്റ്റൈനബിൾ ആണ്. എന്നിട്ട് വേസ്റ്റ് നമ്മളെ അടുത്ത് തന്നെ തള്ളുന്നു, നമ്മളെ എൻവറോൺമെന്റിൽ തന്നെ തള്ളുന്നു. അതാണ് ടെക്നോളജിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും തമ്മിലുള്ള കാണിക്കുന്ന ഒരു ഫിഗറാണ് താഴെ കൊടുത്തത്. നെക്സ്റ്റ് വൺ, നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നെക്സസ് മീൻസ് കണക്റ്റിംഗ് ലിങ്ക്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ടെക്നോളജിയും തമ്മിലുള്ള ലിങ്ക് പറയുന്നതാണ് നെക്സസ്. ഫസ്റ്റ് പോയിന്റ്, കൺസർവേറ്റിംഗ് നാച്ചുറൽ കപ്പാസിറ്റി ഇൻ ഫണ്ടമെന്റൽ ടു ദി കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ നാച്ചുറൽ കപ്പാസിറ്റി കൺസർവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. അതായത് നമ്മളെ നാച്ചുറൽ കപ്പാസിറ്റീനെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. നെക്സ്റ്റ്, അത് ഫോക്കസ് ചെയ്യുന്നത്, ദ ഫോക്കസ് should be not only allow a new renewable resources withdrawal exceed the nature's regenerate capacity, but also not to generate waste which exceed the environmental absorbative capacity. അതായത് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് മാത്രമല്ല, റിസോഴ്സിന്റെ വിഡ്രോവല്, നാച്ചുറലിന്റെ ഡീജനറേഷൻ കപ്പാസിറ്റി എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ചിന്തിക്കുക, അതേസമയം നമ്മൾ എൻവറോൺമെന്റിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. അതായത് നമ്മളെ റിസോഴ്സ് വിഡ്രോവൽ എക്സീഡ് ദി നാച്ചുറൽ റീജനറേഷൻ കപ്പാസിറ്റി, ബട്ട് നമ്മൾ എന്തും കൂടി ചെയ്യണം, എൻവറോൺമെന്റിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ട് വേസ്റ്റിനെ ഇടാൻ പാടില്ല. നെക്സ്റ്റ്, technology can support a sustainability of natural capacity by reducing waste, raising efficiency standards, finding substitute mean reducing extraction or over consumptions of the resource of use of toxic substance and other hazardous materials. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്നോളജി, അതായത് നമ്മളെ ടെക്നോളജീനെ സസ്റ്റൈനബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത് പിന്നെ ചെയ്യണമെങ്കിൽ നമ്മളെ നാച്ചുറൽ കപ്പാസിറ്റിക്ക് പിന്നെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, നമ്മളെ എഫിഷ്യൻ്റായിട്ട് നമ്മളെ സാധനങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത പറയുന്നത്. പിന്നെ സം ടെക്നോളജി അപ്ലൈഡ് ടുവേഴ്സ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓവർ ദി ബിലോ. നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ ടെക്നോളജീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ടെക്നോളജീൻ്റെ സെക്ടറാണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം ടെക്നോളജീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. First one, improve productivity. Improve productivity എന്ന് പറഞ്ഞാൽ
പിന്നെ സോയിൽ അഗ്രികൾച്ചറിൻ്റെ അകത്ത് ടെക്നോളജി കുറെ സെക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറിൻ്റെ അകത്ത് ഇംപ്രൂവ് ദി പ്രൊഡക്ടിവിറ്റി, soil and water consumption and maintains a reasonable cost of food and fiber, improving the soil fertility, improve the water available and efficiency of use, reducing food losses, enable farmer to modernize as this become a feasible to them. എന്തിനാണ് ഈ അഗ്രികൾച്ചർ ടെക്നോളജി എന്തിനാന്ന് ചോദിച്ചാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതായത് പിന്നെ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണും വെള്ളവും സംരക്ഷിക്കുക, പിന്നെയുള്ളത് മണ്ണിന്റെ വളക്കൂറ് ഇംപ്രൂവ് ചെയ്യുക, പിന്നെ ഇംപ്രൂവിങ് വേസ്റ്റ് അവൈലബിലിറ്റി ആൻഡ് എഫിഷ്യന്റ് ഓഫ് യൂസ്, ഇംപ്രൂവിങ് വാട്ടർ അവൈലബിലിറ്റി, വാട്ടറിന്റെ ലഭ്യത കൂട്ടുക, പിന്നെ റെഡ്യൂസിങ് ഫുഡ് ലോസസ്, വിളനാശെല്ലാം കുറക്കുക. പിന്നെ ഇതൊക്കെ നമ്മളെ കർഷകർക്ക് ചെറിയ നിരക്കിൽ ലഭ്യമാക്കാനും ശ്രദ്ധിക്കുക. അതായത് ഈ സസ്റ്റൈനബിൾ ടെക്നോളജി അഗ്രികൾച്ചർ ടെക്നോളജി ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മണ്ണും വെള്ളവും സംരക്ഷിക്കുക. ആകാശിന് കേറാൻ പറ്റുന്നില്ല പോലും. ഒന്ന് നിങ്ങളെ സ്റ്റാഫ് അഡ്വൈസറോട് അല്ലെങ്കിൽ HODയോട് എങ്ങാനും പറയാം. ഇംപ്രൂവ് ദി പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, പിന്നെ മണ്ണും വെള്ളമെല്ലാം സംരക്ഷിക്കുക, വാട്ടറിന്റെ അവൈലബിലിറ്റി ഇംപ്രൂവ് ആക്കുക, പിന്നെ കീടനാശിനി അതായത് ഈ വിളനാശം കുറയ്ക്കുക. പിന്നെ ഇത്രയും സൗകര്യങ്ങളെല്ലാം കർഷകർക്ക് ലഭിക്കുന്ന രീതിയിൽ, മിതമായ നിരക്കിൽ ലഭിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ടെക്നോളജി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി പറയാൻ പോകുന്നത് അഗ്രികൾച്ചറും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷനാണ്. നേരത്തെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്, അഗ്രികൾച്ചർ ടെക്നോളജി എന്നാണ് പറയാൻ ചെയ്തത്. ഇനി അഗ്രികൾച്ചറും സസ്റ്റൈനബിളും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ്. ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ ഫീൽഡിൻ്റെ അകത്ത് ടെക്നോളജി എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന്. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്കറിയാൻ പറ്റും. ഇന്ന് മഴ പെയ്യോ നാളെ മഴ പെയ്യോ എന്ന കാലാവസ്ഥാ പ്രവചനമെല്ലാം നമ്മൾ ഈ ടെക്നോളജി വെച്ചിട്ട് പറയുന്നത്, അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ് RFID എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിറ്റി, അങ്ങനെയാണ് അതിൻ്റെ. അത് സാധാരണ യൂസ് ചെയ്യുന്നത് ആനിമൽസിനെല്ലാം ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന കാര്യം ക്രോപ്പ്, അതിന്റെ വിളവെടുപ്പ് എപ്പാണ്, എന്തൊക്കെ ഏതെല്ലാം ടെമ്പറേച്ചറിലാണ് അത് നിൽക്കുക, എങ്ങനെയുള്ള ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ഒരു ചിപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് RFID എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് മൊബൈൽ ടെക്നോളജി യൂസ് ചെയ്ത് പറ്റുന്ന, പിന്നെ മൊബൈൽ ടെക്നോളജി എല്ലാം നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഗ്രികൾച്ചറും ടെക്നോളജിയും തമ്മിലുള്ള ഡെവലപ്മെന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ബിഗ് ഡാറ്റ, സ്മാർട്ട് ഫാമിംഗ്, അതായത് നമ്മൾ ട്രാക്ടറെല്ലാം ഉപയോഗിച്ച് നമ്മൾ നെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്ന് പറയുന്നത് ഒരു കാർ പാർക്കിങ്ങിന് മേലെയാണ്, അതിനെ ഒരു സോളാർ പാനൽ വെച്ചിട്ടുള്ള ഫിഗറാണ് മേലെ കാണിച്ചത്. സോളാർ പാനൽ യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനർജി ടെക്നോളജി ആണ്. നേരത്തെ പറഞ്ഞത് അഗ്രികൾച്ചർ ടെക്നോളജി, നെക്സ്റ്റ് എനർജി ടെക്നോളജി.
എനർജി ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ടു പ്രൊവൈഡ് ആൻഡ് ഇംപ്രൂവ് എനർജി സർവീസസ് ഫോർ ഡെവലപ്പിംഗ് വേൾഡ് പോപ്പുലേഷൻ മൈറ്റ് ഇൻക്ലൂഡ്. നെക്സ്റ്റ്, more efficient biomass stove to reduce fuel and reduce their hazardous smoke emissions. എന്ന് വെച്ചാല് ഈ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തിട്ട് വേൾഡ് മോർ എഫിഷ്യൻ ഈ ബയോമാസ് സ്റ്റവ് എല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് സ്മോക്ക് എമിഷൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് പുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബയോമാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സിമ്പിൾ മോട്ടോർ ഡ്രൈവൺ സിസ്റ്റം ഫോർ പമ്പിംഗ് വാട്ടർ ഓർ ഗ്രിഡിംഗ് grain to reduce the burden of this physically demanding task on women. അതായത് നമുക്ക് സിമ്പിളായിട്ട് മോട്ടോർ സിസ്റ്റം യൂസ് ചെയ്ത് വാട്ടർ പമ്പ് ചെയ്യാനും അതായത് സ്ത്രീകൾക്ക് അരക്കാനും അലക്കാനും ഒക്കെ അതിലൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ത്രീകളുടെ ജോലി ഭാരം കുറക്കാൻ പറ്റും. പിന്നെ എനർജി എഫിഷ്യന്റ് പമ്പിംഗ് ഫെർട്ടിലൈസർ ആൻഡ് മെക്കാനിക്കൽ ട്രഡീഷൻ ടു ഇംപ്രൂവ് ദി അഗ്രികൾച്ചർ പ്രൊഡക്റ്റീവ്. അതായത് ട്രാക്ടറൊക്കെ അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്താൽ നമുക്ക് പിന്നെ കർഷകന്റെ ജോലി ഭാരം കുറക്കാനും എല്ലാം ഇത്രയും ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റും. പിന്നെ സോളാർ പാനലെല്ലാം യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി സോളാർ പാനൽ യൂസ് ചെയ്ത് നമ്മൾ എനർജി ടെക്നോളജിയാണ് പറയുന്നത്. അപ്പോൾ സോളാർ പാനൽ യൂസ് ചെയ്താൽ ഇലക്ട്രിസിറ്റീൻ്റെ എല്ലാം ഉപയോഗം നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളവർക്കും അറിയുന്നതാണ്. നെക്സ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് എൻവറോൺമെന്റൽ ടെക്നോളജിയാണ്. For many developing countries, provision of basic facilities such as drinking water, proper sanitation, gases, liquid and solid waste disposal, major environmental priorities. These are the area where spending the environmental technology is concerned. അതായത് എൻവറോൺമെന്റൽ ടെക്നോളജി നമ്മൾ നോക്കുമ്പോൾ ബേസിക് ഫെസിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. ഡ്രിങ്കിങ് വാട്ടർ, പ്രോപ്പർ സാനിറ്റൈസേഷൻ, ഗ്യാസസ്, ലിക്വിഡ് ആൻഡ് സോളിഡ് വേസ്റ്റ് ആർ മേജറായിട്ട് നമുക്ക് എൻവറോൺമെന്റൽ ഇതിനകത്ത് നോക്കും. നെക്സ്റ്റ്, ഡെവലപ്പിംഗ് കൺട്രീസ് നീഡ് എ മോർ സാനിറ്റൈസേഷൻ സർവീസ് സിസ്റ്റം സർവൈവിങ് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അത് നമുക്ക് സാനിറ്റൈസേഷൻ സിസ്റ്റം റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും, അതായത് നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ നോർത്തിലേക്കൊക്കെ പോവാണ് സാനിറ്റൈസേഷൻ സിസ്റ്റം കുറവാണ്. അതിന് ഒരുപാട് പദ്ധതികളൊക്കെ നമ്മളെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് പവർ, കെമിക്കൽ, പെട്രോളിയം refining, steel, paper, food, textiles, and other process industrial protection major bias environmental technologies. ഇപ്പോൾ അധികം ഫീൽഡിൽ ഉണ്ടാകുന്നത് ലാസ്റ്റ് ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ അധിക ഫീൽഡിൽ നമുക്ക് ഉണ്ടാകുന്നത് ലാസ്റ്റ് ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിനെ ക്ലീൻ ചെയ്യുക എന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത്. അതിനേക്കാളും നല്ല കോസ്റ്റ് എഫക്റ്റീവാണ് ക്ലീൻ ആയിട്ട് വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മള് സാധാരണ ഫാക്ടറിയിലെല്ലാം വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് പൈപ്പ് വഴി തള്ളിയിട്ട് അതിനെ ശുദ്ധീകരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനു മുമ്പ് ആ തള്ളുന്ന സമയത്ത് തന്നെ ശുദ്ധീകരിച്ചാൽ കുറച്ചും കൂടി നമ്മളെ എൻവറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. അതായത് ഈ ഒരു പിക്ചർ കാണിക്കുന്നത് നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ യൂസ് കൊണ്ട് നമുക്കറിയാം പ്ലാസ്റ്റിക്
കണ്ടുപിടിച്ച മുതൽ നമ്മൾ അധിക കാര്യത്തിനും പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വേസ്റ്റ് ആണ് നമ്മുടെ, അതും ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. ടെക്നോളജിയിലൂടെ വികസിപ്പിച്ച ആ ടെക്നോളജി കൊണ്ട് നമ്മുടെ എൻവറോൺമെന്റിന് ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് ഈ ഫിഗറിൽ കാണുന്നത്. അത് നമ്മളൊരു ഓക്കെ. നെക്സ്റ്റ് കാണുന്നത് വേറൊരു ടെക്നോളജിയാണ് നമ്മൾ വാട്ടർ സേവ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫിഗറിൽ നമ്മളെ മേൽക്കൂരയിലുള്ള പിന്നെ വാട്ടർ സേവ് ചെയ്ത് ഒരു പാനലിലാണ് വാട്ടർ ശുദ്ധീകരിക്കുന്നത്. എന്നാടാ അപ്പൊ ടൈം കഴിഞ്ഞില്ലേ? അത് ലേറ്റ് ആയിട്ടില്ല തുടങ്ങാന്. സ്റ്റോപ്പ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം.